ശക്തി കേന്ദ്രങ്ങളിൽ പോലും BJP-യിലേക്ക് വോട്ട് ചോരുന്നുവെന്ന് CPM സംഘടനാ റിപ്പോർട്ട്. ചോർച്ച ഗൗരവമായി കാണണമെന്നും സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഇന്ന് അവതരിപ്പിക്കുന്ന റിപ്പോർട്ടിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള പരാമർശങ്ങളുണ്ട് എന്നാണ് വിവരം. VS അനു ഉണ്ട് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളുമായി. VS അനു, ഈ ജില്ലാ സമ്മേളനങ്ങളിലൊക്കെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ പലയിടങ്ങളിലും ഉയർന്നു വന്നതാണ്. ഇപ്പോൾ MV ഗോവിന്ദൻ അവതരിപ്പിക്കുന്ന റിപ്പോർട്ടിൽ വരുന്ന പരാമർശങ്ങൾ, സംഘടനാ റിപ്പോർട്ടിലെ പരാമർശങ്ങൾ, അതിനെ എങ്ങനെ വിലയിരുത്തണം? കേരളത്തിൽ RSSന്റെ BJP-യുടെ വലിയ ഒരു കടന്നുകയറ്റം നടക്കുന്നു എന്ന് കഴിഞ്ഞ കുറെ നാളുകളായി CPM നേതാക്കൾ അടക്കം സംസാരിക്കുന്നതാണ്. പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ ഒരു ബലക്ഷയം ഉണ്ടാകുന്നു, അവിടേക്ക് BJP-യും RSSും കടന്നു കയറുന്നു എന്നുള്ള ഒരു വിമർശനവും അങ്ങനെ ഒരു നിരീക്ഷണവും CPIM പല ഘട്ടങ്ങളിൽ നടത്തിയതാണ്. പക്ഷേ ഇപ്പോൾ ഏറ്റവും പ്രധാനമായും CPM-ന്റെ ശക്തി കേന്ദ്രങ്ങളിൽ പോലും BJP-ക്ക് വോട്ട് കിട്ടുകയും അതായത് പാർട്ടി വോട്ടുകൾ പോലും ചോരുന്ന ഒരു സാഹചര്യമുണ്ട് എന്നുള്ള വലിയ ഗൗരവകരമായ ഒരു വിലയിരുത്തൽ ഇന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അവതരിപ്പിക്കുന്ന രാഷ്ട്രീയ സംഘടനാ റിപ്പോർട്ടിൽ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. അങ്ങനെ അതായത് കേരളത്തിൽ BJP-യും RSSും വളരെ കൃത്യമായി അവർ വേരോട്ടം ഉണ്ടാക്കുന്നു എന്ന് വ്യക്തമാക്കുന്ന പരാമർശങ്ങൾ ഇന്നത്തെ റിപ്പോർട്ടിൽ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ തെരഞ്ഞെടുപ്പുകളിൽ BJP-ക്ക് വോട്ട് കൂടുമ്പോൾ അവിടെ നിന്നും ജില്ലാ കമ്മിറ്റികൾ നൽകുന്ന റിപ്പോർട്ടുണ്ട്. സ്വാഭാവികമായും ചില വാദങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ടുള്ള റിപ്പോർട്ട്, അതിനെയൊക്കെ തള്ളിക്കൊണ്ട് അങ്ങനെ നൽകുന്നതല്ല. പകരം BJP വളരെ കൃത്യമായി ഒരു വളർച്ച സംസ്ഥാനത്തിന് ഉണ്ടാക്കുന്നു, CPM-ന്റെ ശക്തി കേന്ദ്രങ്ങളിൽ നിന്ന് പോലും വോട്ട് ചോരുന്നു എന്നടക്കമുള്ള വളരെ ഗൗരവകരമായ നിരീക്ഷണത്തോടു കൂടിയാണ് MV ഗോവിന്ദൻ ഇന്ന് സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിക്കാൻ പോകുന്നത്. ആ റിപ്പോർട്ടിലെ പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണവും അല്ലെങ്കിൽ വിലയിരുത്തലുമാണ് ഇപ്പോൾ ന്യൂസ് മലയാളത്തിന് ലഭിച്ചിരിക്കുന്നത്. അതായത് BJP-യുടെ CPM-ന്റെ ശക്തി കേന്ദ്രങ്ങളിൽ നിന്ന് പോലും BJP-ക്ക് വോട്ട് കിട്ടുന്ന സാഹചര്യമുണ്ട് എന്നുള്ള നിരീക്ഷണമാണ് ഈ സംഘടനാ റിപ്പോർട്ടിൽ ഏറ്റവും പ്രധാനമായും ഉള്ളത്. സേതു, ശരി VS അനു, 9 മണിയോടുകൂടി പതാക ഉയർത്തൽ, പിന്നീട് പ്രകാശ് കാരാട്ട് സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ഉച്ചയ്ക്ക് ശേഷമാണ് ഈ പ്രവർത്തന റിപ്പോർട്ടിന്റെ അവതരണം. ആ പ്രവർത്തന റിപ്പോർട്ടിൽ ഉൾപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ വിശദീകരിക്കുകയായിരുന്നു VS അനു.